ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഒരു കിടിലം വീഡിയോ ആയിട്ടാണ്. നമ്മളിപ്പോൾ ഉള്ള സ്ഥലം നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. നിങ്ങൾ ഈ സ്ഥലം കണ്ടിട്ടുണ്ടാവില്ല. ഒരു വീഡിയോ ഇട്ടിട്ട് ഡിലീറ്റ് ആക്കിയിട്ടായിരുന്നു. ഇവിടുന്ന് എടുത്തതായിരുന്നു ഞാൻ. എന്നിട്ടൊരു വീഡിയോ ഡിലീറ്റ് ആക്കിയതായിരുന്നു. നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. ഇത് മാണികളാണ്. ഈ മാണി വെക്കുന്ന ആളുകളൊക്കെ പെട്ടെന്ന് ലൈക്ക് ചെയ്യുക ഗൈസ്. ലൈക്ക് അടിച്ച് മാണിയർക്കാരുടെ പവർ കാണിക്കുക. ഇനി പടന്നോട്ടുള്ള ആളുകൾ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് അടിച്ച് പൊട്ടിക്കുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെന്നാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ള വീഡിയോ ആയിരിക്കും. ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു പ്രത്യേക വീഡിയോ ആയിട്ടാണ്. ഇങ്ങനത്തെ സമയത്ത് വീഡിയോ എടുക്കാൻ സമയമുള്ളൂ. വെച്ചാൽ ഇത് നമ്മളെ വീടൊക്കെയാണ്. ഇതൊക്കെ നിങ്ങൾ എത്ര മുട്ടായി തന്നിട്ടുണ്ട് എന്നുവെച്ചാൽ എന്തെല്ലാം മുട്ടായി തന്നിട്ടുണ്ട്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ എന്തെല്ലാം തന്നിട്ടുണ്ടാവും. ഞാൻ ഇപ്പം ഇതുവരെ ഒരാളെ സാധനത്തിന് റിപ്ലൈ തരാണ്ട് തന്നിട്ടില്ല. എല്ലാവർക്കും റിപ്ലൈ തന്നിട്ടുണ്ടല്ലോ. ആരെങ്കിലും നിങ്ങൾ കമൻറ്റ് കുറവാണ്. കമൻ്റ് ഒന്ന് ചെയ്യേ. കമൻ്റാണ് ഈ നിങ്ങൾ അധികവും വേണം. എനിക്ക് ലൈക്കാണ് കൂടുതൽ വേണ്ടെങ്കിലും കമൻറ്റും കുറവൊന്നും വേണ്ട. കമൻറ്റും കൂടുതൽ തന്നെ വേണം. എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം പറയുകയാണ്, നിങ്ങൾക്കിപ്പോൾ നൊസ്റ്റാളജി തോന്നിയ മുട്ടായികളുടെ പേര് അടിയിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിടുക. നിങ്ങൾ എത്ര മുട്ടായിസാണോ അതൊക്കെ ഇട്ടോ. വെച്ചാണെങ്കിൽ ഇപ്പോൾ പമ്പരം മുട്ടായി, ഒലച്ച മുട്ടായി, ഇമിലി എല്ലാം ആയിരിക്കും നമ്മുടെ പണ്ടത്തെ കാലത്തെ മുട്ടായികൾ. അങ്ങനത്തെ നൊസ്റ്റാളജി പറ്റിയ മുട്ടായികളുടെ പേര് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഡു കമൻറ്റ്. നീ കമൻറ്റ് ചെയ്തിട്ടില്ല, എനിക്കറിയാം. നീ കമൻറ്റ് ചെയ്തിട്ടില്ലല്ലോ. പോയി കമൻറ്റ് ചെയ്ത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, കുറേ എണ്ണം ഉണ്ടാവും. ഇനിയിപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു മുട്ടായിയുടെ ആ ഒരു നൊസ്റ്റാളജി മുട്ടായിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മുട്ടായിയുടെ പേരും കൂടി കമൻറ്റ് ചെയ്യും. ഈ വീഡിയോ വലിയ ഇതിലൊന്നും എടുത്തതല്ല, ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് എടുത്തതാണ്. ഇതിൻ്റെ ലൈക്ക് എന്ന് പറയുന്നത് 1K ആണ് ഗൈസ്. അടിക്കാൻ പറ്റുന്നത് എല്ലാം കണ്ടിട്ട് 800 ആളുകളായിട്ട് എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒറ്റ കുട്ടി പോലും അതിൻ്റെ അകത്ത് ലൈക്ക് ചെയ്തില്ല. പ്ലീസ് എന്താ ഇപ്പം പറയാം, പ്ലീസ് ഗൈസ്. നിങ്ങൾക്ക് നൊസ്റ്റാളജീൻ്റെ മുട്ടായി ആദ്യം ഇടണേ. ഇപ്പം എല്ലാം കണ്ടിട്ടും ലൈക്ക് അടിക്കുന്നില്ല, ഇതും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യാത്ത ആളുണ്ട്. ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരും. ഇപ്പം എൻ്റെ കാര്യത്തിൽ പെട്ടതാണ്. ഞാൻ റിപ്ലൈ തരും. ആര് ചെയ്താൽ ഞാൻ കമൻറ്റ് ബോക്സ് അധികം ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ റിപ്ലൈ തരും. ഇപ്പം നമുക്കില്ലേ ഈ കമൻറ്റ് കൂടുതലുള്ള ആളുകൾക്കും ലൈക്ക് കൂടുതലുള്ള ആളുകൾക്കും അത് നോക്കാനൊരു ഇഷ്ടം ഉണ്ടാവില്ല. ഇപ്പം നോക്കുന്നത് എന്തിന് കുറേ ആളില്ലേ ലൈക്ക് ചെയ്യുന്നത്. ഞാനങ്ങനല്ല. പക്ഷെ ഞാൻ എല്ലാവർക്കും അതിൻ്റെ ഉത്തരങ്ങളും റിപ്ലൈസൊക്കെ നന്നായിട്ട് നൽകുന്നുണ്ട്. പക്ഷെ ചില യൂട്യൂബേഴ്സ് ആകുമ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ കമൻസ് എല്ലാം അധികമുള്ള ആളുകളാണെങ്കിൽ എന്താവും, കമൻ്റൊന്നും തീരെ നോക്കില്ല. എന്ത് കമൻറ്റ് അതിനൊന്നും റിപ്ലൈ ഇടില്ല. പകരം ലൈക്ക് കിട്ടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവരുടെ വീഡിയോക്ക് അവർ തന്നെ ലൈക്ക് ചെയ്തിട്ട് ബാക്കി ആ വീഡിയോ അങ്ങ് ഇറക്കിടും. അത്രേ ഉള്ളൂ അവർക്ക് വേറെ കാര്യമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. വലിയ വീഡിയോസ് എല്ലാം കയറി അങ്ങ് പോക്കല്ലെന്നും വിചാരിച്ച് അവരങ്ങനെ വെക്കും. പക്ഷേ ഞാൻ അങ്ങനെയല്ല. ഞാനിപ്പോൾ നിങ്ങളെ വീഡിയോസും കമൻസും അയച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. നിങ്ങളിപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ടല്ലേ?
നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾക്ക് അത് തിരിയും. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തിരിയും. പക്ഷെ ഈ കമൻസ് വരുമ്പോൾ അതിന് റിപ്ലൈ അപ്പം കൊടുക്കുന്ന ആളാണ് നമ്മൾ. ഇതെന്നെല്ലാം പറയാം. നമുക്കിപ്പോൾ ഒരു കമൻ്റായിട്ടാണ് ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഒരു വീഡിയോയിൽ 4 കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില ആളുകൾ കണ്ടിട്ടുണ്ടാവും കമൻറ്റ് ബോക്സ് നോക്കുമ്പോൾ. എന്ന് വെച്ചാൽ 4 കമൻസും എൻ്റെ ഞാനാണ്. അതുകൊണ്ടാണ് ഞാൻ അധികം ഒന്നും മൈൻഡ് ചെയ്തിട്ടില്ല. റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കലുണ്ട്. അപ്പം നിങ്ങളൊരു വീഡിയോ ആരും കമൻറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അന്നേരമാണ് മനസ്സിലാവും എന്തിനാണ് ഈ വീഡിയോ എന്നെല്ലാം പറഞ്ഞാൽ നിങ്ങളങ്ങനെ കാണുന്നു. പക്ഷെ ഞാൻ ഈ വീഡിയോ യൂട്യൂബ് ചാനൽ ഒരിക്കലും നിർത്തില്ല. എനിക്ക് മാക്സിമം കമൻറ്റിൽ ലൈക്കും ആവണം, എന്നാലേ ഞാൻ ഈ വീഡിയോസൊക്കെ നിർത്തുള്ളൂ. നമുക്ക് വേണ്ടത് ലൈക്കായ ഉടനെ തന്നെ അങ്ങ് നിർത്തലല്ല. ഞാൻ എത്ര വലിയതായതിനു ശേഷം ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൊണ്ടേയിരിക്കും. പിന്നെ നോട്ടിഫിക്കേഷൻസും അതും ഇതൊക്കെ വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലുണ്ടെങ്കിൽ ചാനൽ പോയിട്ട് എൻ്റെ പാർട്സും സോങ്സൊക്കെ ഒന്ന് കയറി നോക്കണേ. അത് ഇതുവരെയായിട്ട് ലൈക്ക് കിട്ടിയില്ല. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ബൈക്കിൻ്റെ പേരിടണം കമൻറ്റ്. എനിക്ക് ഞാൻ പറയാൻ പോകുന്ന കാര്യത്തെ പറ്റിയിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഏറ്റവും പോപ്പുലറായിട്ടുള്ള 3 ബൈക്സിൻ്റെ പേരാണ് ഞാൻ പറയുന്നത്. സ്പ്ലെൻഡറാണ് ആദ്യം, 3rd സ്ഥാനത്തിലുള്ളത് സ്പ്ലെൻഡർ ബൈക്കാണ്. നിങ്ങൾക്ക് കുറേ ആൾക്ക് ഇഷ്ടപ്പെട്ട ബൈക്കായിരിക്കും. അപ്പോൾ ആ ബൈക്കിന് ക്യാമറയിലുള്ള ആൾ, ആ ബൈക്ക് ഇഷ്ടമുള്ള ആൾ ലൈക്ക് ചെയ്യുക. നിങ്ങളെ വീട്ടിലുണ്ടെങ്കിലും ലൈക്ക് ചെയ്യുക. ഇനിയിപ്പം സ്പ്ലെൻഡർ അല്ല, ഡ്യൂക്കാണ് സെക്കൻഡുള്ളത്. ഡ്യൂക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയായിരിക്കും. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയായിരിക്കും എല്ലാവർക്കും. എന്ന് വെച്ചാൽ എല്ലാവർക്കും ഡ്യൂക്ക് ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പോൾ എല്ലാവരും ഡ്യൂക്കിൽ ഉപയോഗിക്കുന്ന ആളുകളെ ആയിരിക്കും. ഡ്യൂക്ക് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തത് ലാസ്റ്റ് ആൻഡ് നമ്പർ 1, ഒന്നാമത്തെ സ്ഥാനത്തിലുള്ളത് നിഞ്ച H2R ആണ്. നിഞ്ച കവാസ്കി ആണെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുക, പക്ഷെ നിഞ്ച കവാസ്കി ആണെന്ന് നിങ്ങൾ വിചാരിക്കും. നിഞ്ച H2R ആണ് ഇപ്പം ഏറ്റവും നമ്പർ 1 വീഡിയോ. നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് KTM ഇല്ലാത്തത്? KTM ഉണ്ട്, പക്ഷേ 2ാം സ്ഥാനത്ത് 2 ആളുണ്ട്. ആരെല്ലാന്ന് വെച്ചാൽ KTM-ഉം ഡ്യൂക്കും. ഡ്യൂക്ക് ഇഷ്ടമുള്ള ആൾ അപ്പാടന്ന് ലൈക്ക് ചെയ്തു. ഡ്യൂക്ക് ഇഷ്ടമുള്ള ആൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയിപ്പം നിഞ്ച H2R ഇപ്പോൾ ആരെയും ഗെയിമിലില്ല. അവിടെ തന്നെ ഞാൻ പറയും, ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടതാണെങ്കിലും കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നത്. ഷോർട്ടായിട്ടാണ് ഇടുന്നത്, അതുകൊണ്ടാണ്. ഷോർട്ടല്ല, വീഡിയോ ആയിട്ട് തന്നെ ഇടാം. എന്നാലും ഓക്കെ, ബൈ ബൈ, സീ യു.